ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായി തുടരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മോശമാണ് എന്നല്ല, നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നാണ്. അവസാനിച്ചു പോയ ചില ബന്ധങ്ങളെ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ചുരുട്ടിയെറിഞ്ഞ കടലാസ് പോലെയാണ്. എത്ര നന്നായി നിവർത്താൻ ശ്രമിച്ചാലും ചില ചുളിവുകൾ അവിടെ തന്നെ ഉണ്ടാകും. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. ചില മനുഷ്യരും അങ്ങനെയാണ്. വാക്കുകൾ മധുരമെങ്കിലും പ്രവൃത്തികൾക്ക് കയ്പേറും. മിണ്ടാനും പറയാനും ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കുക. സ്നേഹത്തിനായി ആരോടും യാചിക്കരുത്. സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക. ഒന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടിവെച്ച സമ്പത്തിനാകില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. ഓർക്കുക, സമ്പത്തിനേക്കാൾ മൂല്യം എന്നും മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ്. സ്നേഹം ഒരു വാക്കല്ല, അതൊരു അനുഭവമാണ്. പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം. ചില സമയങ്ങളിൽ പലതും ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ നേരിടുന്നു. ഒന്ന് നമ്മളെ വേദനിപ്പിക്കുന്നവയാണ്, മറ്റൊന്ന് നമ്മളെ എന്നേക്കുമായി മാറ്റാൻ കഴിയുന്നവയാണ്. ജീവിതം എന്നത് സന്തോഷം, ദുഃഖം, പ്രയാസങ്ങൾ, നല്ല സമയം എന്നിവയുടെ ഒരു വൃത്തമാണ്. നിങ്ങൾ പ്രയാസകരമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ വിശ്വസിക്കുക, നല്ല സമയങ്ങൾ വരാനിരിക്കുന്നു. ജീവിതം എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആവണമെന്നില്ല. നമ്മൾ സ്വപ്നം കണ്ടതൊന്നും ലഭിക്കണമെന്നില്ല. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമ്മളെ തേടി വരും. ചിലത് സന്തോഷവും ചിലത് ദുഃഖവും നൽകി കടന്നു പോകും. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണുനീരിനും പിന്നിലെ കാരണം അവരല്ലെന്ന് കാണിക്കുക എന്നതാണ്. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. നമ്മുടെ ദേഷ്യത്തിന് ചിലപ്പോൾ മിനിറ്റുകൾ മാത്രമായിരിക്കും ആയുസ്. പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന അബദ്ധങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിനൊക്കെ ഒരു ആയുസിൻ്റെ വലിപ്പം ഉണ്ടായെന്ന് വരാം. കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. നമ്മൾ പലതും ചെയ്യുന്നത് പോലെ ചിലതൊക്കെ ചെയ്യാതിരുന്നാൽ മാത്രമേ കുടുംബ ബന്ധം നിലനിൽക്കുകയുള്ളൂ. നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നമ്മൾ അവരുടെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നത്. നമ്മൾ അവരെ കൊല്ലുന്നതിന് സമമായി അവർക്കത് തോന്നും.